ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജുപോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് സ്റ്റാറ്റിൽ നിന്നും 5 മാർക്കിന് ചോദ്യം വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം. മിക്കവാറും ഒന്നുകിൽ ഇയാൾ അല്ലെങ്കിൽ ഇയാളുടെ അനിയൻ, ഓക്കെ, വേറെ ആരുമല്ല. ചോദ്യം ഇതാണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെടാം. കണ്ടോ, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാനുള്ള ചോദ്യം വരും. ഓക്കെ, നമ്മളിതിനെ മലയാളത്തിൽ പറയുന്ന പേരാണ് ആവൃത്തി വിതരണ പട്ടിക എന്ന് പറയും. ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് പറയും ഇയാളുടെ അനിയനെ കുറിച്ച് ചോദിക്കാം. അനിയൻ വേറെ ആരില്ല, ഈ പറഞ്ഞ ഫ്രീക്വൻസി അരേ എന്ന ആളാണ് അനിയൻ എന്ന് പറയുന്നത് കേട്ടോ. ഇയാളുടെ മലയാളമാണ് ആവൃത്തി നിര എന്നോ അല്ലെങ്കിൽ ആവൃത്തി അണി എന്നൊക്കെ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇയാളെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. സംഗതി സിമ്പിളാണ്. അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂസ് ഡാറ്റ മോഡലിലേക്ക് മാറ്റണം. കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, അസന്തത ചരങ്ങളാണ് അല്ലേ. ദെൻ ഫ്രീക്വൻസി അരയാണെങ്കിൽ ഈ പറഞ്ഞ ഫോർമാറ്റ് അല്ല, അത് ഡിസ്ക്രീറ്റ് ഡാറ്റയിലായിരിക്കും ഉണ്ടാവുക. ഏതായിരിക്കും? ഡിസ്ക്രീറ്റ് ഡാറ്റയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തരുള്ളൂ. അപ്പോൾ ഡിസ്ക്രീറ്റ് എന്താ, കണ്ടിന്യൂസ് എന്താ എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം നമുക്കിനി പഠിക്കാൻ സമയമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് നോക്കണേ, നമുക്കൊരു ക്ലാസ് പ്ലസ് ഫ്രീക്വൻസി വന്ന ഡാറ്റയാണ് ഈ പറഞ്ഞ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. എന്നാൽ ജസ്റ്റ് നമ്പേഴ്സ്, ഈ നമ്പേഴ്സ് നമ്മൾ ഒബ്സർവേഷൻ എന്നാണ് പറയാം, അതും അതിൻ്റെ കൂടെ ഫ്രീക്വൻസി വരികയാണെങ്കിൽ അതിന് നമ്മൾ ഡിസ്ക്രീറ്റ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഈ ചോദ്യം ചെയ്ത് നോക്കാം. ആദ്യം നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്പർ മൊത്തം എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഓക്കെ, 30 നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ട് ക്ലാസ്സിൻ്റെ ഇൻ്റർവെല്ലിൽ എടുക്കുമ്പോൾ 5 ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കോഡ് കൂടി പറഞ്ഞുതരാം. മിക്കവാറും പേർക്ക് പരീക്ഷയ്ക്ക് തരാം, ഇത് കണ്ടിന്യൂസിലാണോ ഡിസ്ക്രീറ്റിലാണോ ചെയ്യേണ്ട കൺഫ്യൂഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ക്ലാസ് ഇൻ്റർവെൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, അതെന്താണ്, നമ്മുടെ കണ്ടിന്യൂസ് ഡാറ്റയുടെ ഏറ്റവും വലിയ സൂചനയാണ് അല്ലേ. കണ്ടിന്യൂസ് ഡാറ്റയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുമ്പം ക്ലാസ് വേണം പ്ലസ് ഫ്രീക്വൻസി വേണം എന്ന ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങളോട് ചെയ്യേണ്ട കാര്യം ഏറ്റവും ലോവസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക. എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം ലോവസ്റ്റ് വാല്യൂ, ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഞാനിവിടെ നോക്കുമ്പോൾ കാണുന്നത് 1 ആണ് അല്ലേ. 1 ആണ് ഏറ്റവും ചെറുത്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണം, ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ കാണുന്നത് 23 അല്ല, 24 അല്ലേ. 24 അല്ലേ വലിയ സംഖ്യ. 24 കഴിഞ്ഞാൽ വേറെ ഉണ്ടോ? ഇല്ല, 24 ഏറ്റവും വലിയ സംഖ്യ അല്ലേ. യെസ്, ഫസ്റ്റ് റോയിൽ ഇല്ല, 22 ആണ്. ഇവിടെ 24 ആണ്. തേർഡ് റോയിൽ 23, 21, 24. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 24 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കിവിടെ 1ഉം 24 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ക്ലാസ്സുകൾ തീരുമാനിക്കണം. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇൻ്റർവെൽ 5 ആക്കി എടുക്കാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. ഞാൻ ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, 0 മുതൽ 5 വരെ. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഏത് ടൈപ്പാണെന്ന് അല്ലേ. അപ്പോൾ അതുകൂടി നോക്കിക്കോളൂ. എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലെ എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കൽ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നു, സാധാരണ കാണുന്ന ക്ലാസ് തന്നെ. അപ്പോൾ നോക്കിക്കോളൂ, 0 മുതൽ 5 വരെ. ദെൻ അടുത്തത് എത്ര വരിക? 5 മുതൽ 10 വരെ, 10 മുതൽ 15 വരെ, 15 മുതൽ 20 വരെ, 20 മുതൽ 25 വരെ. ഇങ്ങനെ ക്ലാസ്സുകൾ എഴുതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നമുക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ എഴുതി കഴിഞ്ഞു. ഈ ഒരു കാര്യം ചെയ്യുക എന്നതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് എഴുതിക്കാം അല്ലേ. ഞാൻ എഴുതിക്കുന്നത് നോക്കിക്കോളൂ. 0 മുതൽ 5 വരെ, ദെൻ 5 മുതൽ 10 വരെ, 10 മുതൽ 15, 15 മുതൽ 20, 20 മുതൽ 25. ഓക്കെ, ഇത്രയും വാല്യൂസ് നമ്മളിവിടെ എഴുതി വെച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട, ഇതിലൊക്കെ വരുന്ന എത്ര സംഖ്യകളുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ബേസിക് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണ്ട ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് ഇങ്ങനെ വരക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് വരക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു ബെഞ്ച് ഇട്ടു, അതിൽ വരുന്ന ആൾക്കാരെ മാർക്ക് ചെയ്യണം. 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം എത്ര വരെ പറഞ്ഞത്? 5 വരെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ എക്സ്ക്ലൂസീവ് ആണ് വരുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞാൽ 0 ഉണ്ടായിരിക്കും, 1 ഉണ്ടായിരിക്കും, 2 വരും, 3 വരും, 4 വരും. ഇത്ര ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത് ഞാൻ വീണ്ടും എന്ത് ചെയ്തു? അടുത്തൊരു ക്ലാസ്സിന് ബെഞ്ച് ഇട്ടു. ഓക്കെ, അടുത്തൊരു ക്ലാസ്സിന് ഞാനിവിടെ ബെഞ്ച് ഇട്ടു. നിങ്ങൾ നോക്കുക, അടുത്ത ക്ലാസ്സിന് ഞാൻ ബെഞ്ച് ഇട്ടു. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. യെസ്, വരച്ചു. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത വേറെ ഒന്നുമല്ല, അവിടെ 5 മുതൽ
10 വരെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ, 5 മുതൽ 10 വരെ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ നമ്പർ ഉണ്ടാവുക? 5, 6, 7, 8, 9 വരെ. 10 അതിൽ പെടുമോ? ഇല്ല. നിങ്ങളോട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പറയുന്ന അപ്പർ ലിമിറ്റായിട്ട് ഫസ്റ്റ് ക്ലാസ്, ഓക്കെ, ഇത് ഫസ്റ്റ് ക്ലാസ് ആണെന്ന് വിചാരിക്കുക, ഇത് സെക്കൻഡ് ക്ലാസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിലുണ്ടായിരുന്ന 5 എന്ന് പറയുന്ന സംഖ്യ അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇതിനെ എക്സ്ക്ലൂസീവ് ആണെന്ന് പറയുള്ളൂ അല്ലേ. അപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എക്സ്ക്ലൂസീവ് ഡാറ്റ ആകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ നമ്പറുകൾ ഉൾപ്പെടുത്തുക ശ്രദ്ധിക്കണം. അപ്പോൾ 4 വരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇവിടെ ഉൾപ്പെടുത്താൻ പാടുള്ളൂ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് നോക്കാം. ഏതൊക്കെ നമ്പർ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്ന നമ്പേഴ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യട്ടോ, നോക്കിക്കോണേ. ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്ന നമ്പേഴ്സ്. അപ്പോൾ നിങ്ങളിത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പെൻസിൽ കൊണ്ട് എന്തെങ്കിലും സിമ്പലോ അടയാളങ്ങളോ ഇട്ടിച്ച് മാർക്ക് ചെയ്യും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും ടോപ്പിൽ 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ A എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്ന നമ്പേഴ്സ് ആകുമ്പോൾ എല്ലാം A കണ്ടോ, 3ൻ്റെ മുകളിൽ ഞാൻ 3 റൗണ്ട് ചെയ്ത് A എന്ന് കൊടുത്തു. ദെൻ വീണ്ടും 3 കാണാം, അതും A ആണ് വരിക. 2 കാണാം, അതും Aയിലാണ് വരിക. ദെൻ 1 കാണാം, അതും A ആണ്. 4 കാണാം, അതും A ആണ്. ദെൻ വീണ്ടും ഒരു 3 കാണാം, അതും A ആണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ് ഞാനിങ്ങനെ ചെയ്തിരുന്നത്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പറൊന്നും തെറ്റിപ്പോല. അപ്പം ഒന്നാമത്തെ ക്ലാസ്സിൽ എത്ര പേര് വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6 പേര്. അപ്പോൾ 6 പേര് വരുന്നത്. ഞാനിവിടെ ക്ലാസ്സിലെ നമ്പേഴ്സ് എഴുതി. ഫ്രീക്വൻസി എത്രയാണ്? 6. ഇനിയാണ് നമ്മൾ ടാലി മാർക്ക് ചെയ്യേണ്ടത്. നോക്കിക്കോളൂ. 1, 2, 3, 4, 5, 6 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് 5 മുതൽ 10 വരെ. ഞാൻ അതിലെന്ത് ചെയ്യുന്നു? B എന്നാണ് കൊടുക്കുന്നത്. 5 മുതൽ 10 വരെ. 5 മുതൽ 10 വരെയിലാണ് 8 വരിക. അപ്പോൾ ഞാനതിന് B എന്ന് പേര് കൊടുത്തു. ദെൻ 6 അതിലാണ് വരിക, അതിനും B എന്ന് പേര് കൊടുത്തു. 9 അതിലാണ് വരിക, അതിന് B പേര് കൊടുത്തു. ദെൻ വീണ്ടും 6, അതിനും B എന്ന് പേര് കൊടുത്തു. ദെൻ അത്രേ ഉള്ളൂ നമ്പർ അല്ലേ. അപ്പോൾ എത്ര നമ്പറുണ്ട്? B നോക്കാം. 1 നമുക്ക് നോക്കാം. B 1, 2, 3, 4. 4 തവണയാണ് B എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ 4ആണ് നമുക്കവിടെ വരുന്ന ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ 4 എന്ന് എഴുതി. 1, 2, 3, 4. ഓക്കെ, ഈ അടുത്ത ക്ലാസ് എത്രയാണ്? 10 മുതൽ 15 വരെ. 10 മുതൽ 15 വരെ ഞാൻ അതിന് C എന്നാണ് കൊടുക്കുന്നത്. നോക്കിക്കോട്ടോ, 10 മുതൽ 15 വരെ. അപ്പോൾ C വന്നു 1, 2, ദെൻ 3 കഴിഞ്ഞു. 3 അല്ലേ ഉള്ളൂ? യെസ്, 3 തന്നെ ഉള്ളൂ അല്ലേ. ബാക്കി എല്ലാ നമ്പറും മുകളിലേക്കാണ് വരുന്നത്. 15ൻ്റെ മുകളിലാണ് ബാക്കിയില്ല അല്ല, ഒരു നമ്പർ കൂടി ഉണ്ട്. അപ്പോൾ 4 നമ്പറുകൾ അത്രയല്ലേ ഉള്ളൂ? യെസ്, 4 നമ്പറുകളേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. 14 നമുക്ക് നോക്കാം. 1 14, ദെൻ അടുത്ത് 12, ദെൻ 11, ദെൻ 13. അപ്പോൾ 11, 12, 13, 14 എന്ന് പറഞ്ഞാൽ ഈ നമ്പറുകൾ. അപ്പോൾ 4 വരെയാണ് നമുക്ക് അവിടെ ഫ്രീക്വൻസി ഇട്ടില്ലേ. ഞാനത് മാർക്ക് ചെയ്തു 4. അപ്പം 1, 2, 3, 4. നെക്സ്റ്റ് 15 മുതൽ 20 വരെ. 15 മുതൽ 20 വരെ ഞാനതിന് D ആണ് കൊടുക്കുന്നത്. 4ാമത്തെ ക്ലാസ്സല്ലേ, D ആണ് കൊടുക്കുന്നുണ്ടോ. 15 മുതൽ 20 വരെ. അപ്പോൾ നമുക്ക് നോക്കാം. 18 അതിൽ വരില്ലേ, 1. 16 അതിൽ വരും, 2. 17 അതിൽ വരും, 3. ദെൻ 18 ഒരിക്കൽ കൂടി അതിൽ വരും, 4. ദെൻ 19 അതിൽ കൂടി വരും, 5. 16 അഗൈൻ വരും, 6. യെസ്, 6 വരും. 19 ഒരിക്കൽ കൂടി വരും, 7. അപ്പോൾ നോക്കി എത്ര തവണ ഒന്നൊന്ന് നോക്കാം നമുക്കിവിടെ. 1, 2, 3, 4, 5, 6, 7. യെസ്, 7 തവണയാണ് നമ്മുടെ നമ്പർ വന്നത്. എത്ര തവണ? 7 തവണ വന്നല്ലേ. അപ്പോൾ 7 തവണ വന്നു. ഞാനത് എഴുതിച്ചു. 7 എന്ന് കൊടുത്തു. 1, 2, 3, 4, 5, 6, 7. ഇങ്ങനെയാണ് നമ്മൾ ടാലി മാർക്ക് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അടുത്ത 20 മുതൽ 25 വരെയുള്ള നമ്പർ അല്ലേ. ബാക്കിയൊന്ന നമ്പറൊക്കെ അതിൽ തന്നെ പെടും. കാരണം ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ ഈ പറഞ്ഞ അടുത്ത ക്ലാസ് ഈയിലാണ് വരിക. നോക്കാം. 1, 21, 22, ദെൻ 23, 24, 21, 22, 24, 23, 24. അപ്പോൾ നോക്കി എത്ര നമ്പർ വന്നിട്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്പർ കളർ അടിക്കണേ. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 നമ്പറുകളുണ്ട്. 9. അപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ നമുക്കിനി മൊത്തം കൂട്ടിയേക്കാം ഫ്രീക്വൻസി എത്ര വരുന്നത് എന്നുള്ളത്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ഫ്രീക്വൻസി മൊത്തം കൂട്ടുകയാണെങ്കിൽ 6, 4, 10, 10, 4, 11, 10, 4, 14, 14, 7, 21, 21, 9, 30. കറക്റ്റാണല്ലേ. അപ്പോൾ ഫ്രീക്വൻസി കറക്റ്റാണ്. 30 തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരിക്കലും നമ്മുടെ ഉത്തരം തെറ്റാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം തെറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുക.
കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. നമ്മൾ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ABCD കൊടുത്തത്. അത് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡിൽ മാത്രം എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം. കാരണം ഒരുപക്ഷെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് പല കൺഫ്യൂഷനും ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കമൻറ്റുകൾ വായിച്ച് നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുമെന്നും അറിയിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.